എന്തല്ല നമുക്കിന്നൊരു പൊറാട്ട ഉണ്ടാക്കിയാലോ? കുറേ കാലമായി ഞാനിങ്ങനെ ഊക്കുന്നു. ഉണ്ടാക്കി കുറേ വീഡിയോ എടുത്തെല്ലാം പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്നും നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന്. അപ്പോൾ എന്നാൽ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു കിണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. കിണ്ണത്തിലേക്ക് 4 കപ്പ് മൈദയാണ്. 4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് 250 ml കപ്പിൽ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, ഞാൻ കടലെണ്ണ, റിഫൈൻഡ് കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ചൊയ്യ ഇഷ്ടം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഡാൽഡയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ സഹിക്കാൻ പറ്റുന്ന ചൂടിൽ ഉള്ള ചൂട് വെള്ളം ഒഴിക്കണേ കുഴക്ക്. അതാകുമ്പോൾ നിങ്ങൾ ശരിക്ക് 2 മണിക്കൂറൊന്നും വെക്കണമെന്നില്ല, ഒരു മണിക്കൂറേ വെക്കണ്ടു കേട്ടോ. മാവ് നല്ലോണം ഇതായി വരും, കണ്ടില്ലേ? ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം 4 കപ്പ് മാവിന് 1 കപ്പും 1 ടേബിൾ സ്പൂണും വെള്ളമാണ് ഞാൻ കൂട്ടിയത്. നിങ്ങൾ നല്ലോണം ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ടേബിൾ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇതുപോലെ കണ്ടോ, ഇത് ആദ്യം ഇങ്ങനെ മുറിഞ്ഞ് വരും, പിന്നെ അത് നല്ലോണം ഒട്ടി വരും. ഗ്ലൂട്ടനിലൊന്ന് പുറത്തായാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, കണ്ടില്ലേ? കുറച്ച് നേരം 10 മിനിറ്റ് നിർബന്ധമായിട്ടും ഇതിങ്ങനെ നല്ലോണം കുഴച്ച് അതിൻ്റെ ഒരു ഗ്ലൂട്ടനെല്ലാം ഒന്ന് ഫ്രീ ആക്കി എടുക്കണം. കണ്ടോ, ഇപ്പം മുറിയുന്നില്ലല്ലോ, മുറിയൂല. ഇതിപ്പോൾ ഏകദേശം ഒരു 4-4.5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഓരോരോ സമയമാകുമ്പോൾ മാറി വരുന്ന കാണുന്നില്ല. അതിൻ്റെ മേലെയെല്ലാം നല്ലൊരു സോഫ്റ്റ് ആയില്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വലിയുന്നില്ലെങ്കിൽ പിന്നെയും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തേച്ച് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ്. കണ്ടോ, ഇത് 10 മിനിറ്റ് ഞാനിങ്ങനെ തേച്ച് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ രൂപം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തേച്ച് എല്ലാ ഭാഗത്തും ആക്കി ആറിപ്പോറല്ലോ. ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി, മുക്കി പിഴിഞ്ഞെടുത്ത തുണിയാണേ, ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം അടപ്പ് വെച്ച് മൂടിയിട്ട് ഒരു ഭാഗത്തിരുന്നോട്ടെ. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. കണ്ടോ, 2 മണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏകദേശം ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടി എടുത്താൽ നല്ല, ഞാനിത് പണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ തങ്ങട്ടല്ല ബാബു ഉണ്ടാക്കിത്തരും. അന്നേരം ഞാനിത് ഇങ്ങനെ എടുക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊരു അത്ഭുതേനും. അപ്പോൾ നമ്മൾ ബാബു താങ്ക് യു. കണ്ടില്ലേ? ഇതിൻ്റെ മുകളിൽ എല്ലാ ഉരുളേൻ്റെ മുകളിലും കുറേശ്ശെ ഓയിൽ തടവിയിട്ട് നമ്മൾ പണ്ട് ആദ്യം പുതപ്പിച്ച തുണി ഉണ്ടല്ലോ, ആ തുണി കൊണ്ട് പിന്നെയും ഒന്ന് പുതപ്പിച്ചവിടെ വെക്കുക. എന്നിട്ട് ഓരോ ഉരുളകൾ മാത്രം പുറത്തെടുക്കുക. കാരണം മറ്റുള്ള ഉരുളകൾ പുറത്ത് വെച്ചാൽ ആറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാൻ അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഈ ഉരുളകളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടി ആക്കി കൊടുത്താൽ പെട്ടെന്ന് പരന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചപ്പാത്തിക്കോല് വെച്ചിട്ട് മൊത്തം അങ്ങ് ഇങ്ങനെ, പ്രത്യേകിച്ച് ഇതിന് ഷേപ്പൊന്നും വേണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. മാക്സിമം വിരിച്ചെടുക്കുക. അത് തന്നെ പായ് വിരിച്ചെടുക്കുന്ന പോലെ വിരിച്ചെടുക്കുക. കണ്ടോ, മാക്സിമമായി വന്നിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും ഇങ്ങനെ ആകുന്നില്ലെങ്കിൽ അന്നേരം കുറച്ച് എണ്ണ ആക്കി കൊടുത്താൽ മതി. കണ്ടോ, നല്ലോണം പൊട്ടിപ്പോണ്ട, എന്നാൽ നല്ല അരിപ്പ പോലെ ആയി വരണം മാക്സിമമായി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും തടവിയിട്ട് നമ്മൾ ഈ അരിപ്പ എടുത്തിട്ട് കണ്ടോ മൈദ കുറച്ച് മേലെ അങ്ങ് തൂവിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പണ്ട് പേപ്പർ കൊണ്ട് വിശറി ഉണ്ടാക്കൂലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മടക്കിയിട്ട് ചുറ്റിച്ച് അതിൻ്റെ ഒരറ്റം നടുവിൽ കൂടി കണ്ട അതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പിന്നെയും തടവി കൊടുത്തതിന് ശേഷം ആ തുണീൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക, ആറിപ്പോറേ. ഇനി അടുത്തതും ഇതേപോലെ നമുക്ക് റെഡിയാക്കാം. അപ്പം അതുവരെ ആറിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ലോണം തുണി കൊണ്ട് പൊത്തി തന്നെ വെക്കണം. എന്നിട്ട് ഇതും അതേപോലെ ആക്കിയെടുക്കാം. അതിന് ശേഷം എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം വെച്ചതാണ് ഈ എടുത്തത്, കണ്ടോ? എന്നിട്ട് നല്ലോണം ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തിയിട്ട്, നമ്മൾ പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ എത്ര നമ്മൾ പരത്തിയാലത് തമ്മാമൽ ഒട്ടിപ്പോവില്ല. കണ്ടോ, മാക്സിമം
പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ദോശക്കല്ലുമേലിട്ട് ചുട്ടെടുക്കാം. കല്ല് നല്ലോണം കായുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അധികം നേരം വൈകിയും കാക്കണ്ട, വേഗം തന്നെ മറിച്ചിടുക. വേഗം മറിച്ചിട്ട് കണ്ടോ, മറിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം കുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം ഉള്ളു വേഗം കുറച്ച് പാടായിരിക്കുമേ. കണ്ടോ, ഞാനിപ്പോൾ ഓയിലൊന്നും ആക്കുന്നില്ല, കാരണം നമ്മൾ മാക്സിമം ഓയിൽ ആക്കി കഴിഞ്ഞു. ഇനി പിന്നെയും എന്തിനാ ഈ എണ്ണ അധികം തിന്നുന്നല്ലേ. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ഒരു 3 എണ്ണം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, 3 എണ്ണം ആകുമ്പോൾ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കാം. കണ്ടോ, നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. ഇനി ഇതെല്ലാം വേണമെങ്കിൽ നല്ലോണം തട്ടിക്കൊടുക്കണേ. ഇതാ ഞാനിന്ന് ഉണ്ടാക്കിയത് ഉള്ളി വാട്ടിയതാ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇന്ന കറിയെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നാൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.